മന്ത്സ് ബാക്ക് തൊട്ട് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കേട്ടോ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയണ പോലെ തന്നെ ഞാൻ ആദ്യം ഒരു കവർ പേജ് ചെയ്തെടുത്തു, അത് കഴിഞ്ഞ് ഒരു സ്റ്റാർട്ടിങ് പേജ് ചെയ്തു. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എൻ്റെ കൈ കൊണ്ട് തന്നെ സപ്ലൈസ് ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ആ കോൺസെപ്റ്റ് എൻ്റെ ചെയ്ത്. നിങ്ങളുടെ ഇത് എന്താണെന്ന് പറയണേ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡോട്ട് സ്റ്റിക്കറാണ് ചെയ്യണത്. ജസ്റ്റ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കളർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സർക്കിൾ സ്റ്റിക്കർ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് കേട്ടോ. അതിനധികം വലിയ പണിയൊന്നുമില്ല. നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ, ഇത്തിരി വ്യത്യാസമുള്ളത് ഉള്ളിൽ പിക്ചേഴ്സ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൂഡിൽസോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൈഡിലൊരു ബ്ലാക്ക് പെന്നുകൊണ്ട് ഒന്ന് ലൈനിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ് അത് കട്ട് ചെയ്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഒരു വിൻറ്റേജ് തീമൊക്കെ ആകുമ്പോൾ ഒരു ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് നിർബന്ധമല്ലേ. അടുത്തത് നമുക്ക് അതായാലോ. അതിനധികം വലിയ പണിയൊന്നുമില്ല. നമ്മൾ മുന്നേ ഒരു കവായ് സ്റ്റിക്കേഴ്സിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പിന്നത്തെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. ജേർണലിംഗ് ആയിട്ട് നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ഇല്ലാണ്ട് എന്ത് ജേർണലിംഗ് അല്ലേ. നമുക്ക് അടുത്ത പാറ്റേൺ പേപ്പേഴ്സ് നോക്കിയാലോ. 2 പാറ്റേൺ ആട്ടോ ഞാൻ ചെയ്തേക്കണത്. ആദ്യത്തെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ചാർട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് ബ്രൗൺ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡ് ഒന്ന് ലൈറ്റ് കൊണ്ട് കരിയിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ രണ്ടാമത്തെ അതിലും സിമ്പിളാണ്. അതായത് ജസ്റ്റ് ഒരു ബ്രൗൺ ചാർട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡൂഡിൽസ് പലതരത്തിൽ വരച്ചു കൊടുക്കുക. അത് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന സംഭവമാണ്. അടുത്തതായിട്ട് നമുക്കൊരു വാഷി ടേപ്പ് ചെയ്തെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വരച്ചെടുക്കുക ചെയ്തത്. ആദ്യത്തെ 3 ഞാൻ വരച്ചെടുക്കുക ചെയ്തത്. ബാക്കിയെല്ലാം ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മുടെ പിന്നിൽ ഡബിൾ സൈഡഡ് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ആദ്യത്തെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് വരച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നത്തേന്ന് പറഞ്ഞാൽ കുറച്ച് ലവുകൾ വരച്ചിട്ടു. പിന്നത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സ്ലാൻഡ് ചെയ്തിട്ട് ലൈൻസ് വരച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് അത് ചെയ്തെടുക്കാവുന്നതുള്ളൂ. സെക്കൻഡിൽ എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. ഡബിൾ സൈഡഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ടേപ്പ് എടുക്കണ പോലെ എടുക്കാൻ പറ്റും. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് വിൻറ്റേജ് ലേബിൾസ് ചെയ്താലോ. വിൻറ്റേജ് ലേബിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാർട്ട് എടുത്തിട്ട് നമ്മുടെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലേബിൾസ് ഒന്ന് വരച്ചെടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ എല്ലാതും സിമ്പിൾ എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയതുകൊണ്ടാട്ടോ പറയണത്. അടുത്ത നമുക്ക് കോട്ട് സ്റ്റിക്കേഴ്സ് ആട്ടോ ചെയ്യണത്. ഞാൻ ജസ്റ്റ് A4 പ്രിൻ്റ് എടുത്തിട്ട് അതൊന്ന് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് ഡബിൾ സൈഡഡ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ. എന്നോട് കമൻസിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് ജേർണലിംഗ് കിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ജേർണലിംഗ് ചെയ്യാത്തതെന്ന്. ജേർണലിംഗ് കിറ്റിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഒരുവിധം ഒരു ജേർണലിംഗ് ഒക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഇങ്ങനത്തെ A4 ഷീറ്റ്സ് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കഫേ പോയിട്ട് പ്രിൻ്റ് എടുക്കുന്നതാണ് കേട്ടോ. 5 രൂപയൊക്കെ ആവണുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.